ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. മെസ്സേജസുകളിലൂടെ നമ്മുടെ ബാച്ചിലും അല്ലാതെയും പബ്ലിക്കായിട്ടൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി അത് എത്താത്തവരിലേക്ക്, ഒരുപാട് പേരിൽ എത്തത്തില്ല, അപ്പൊ അവരിലേക്കും കൂടി അയക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എത്തുന്നതിന് വേണ്ടിയാണ് വീഡിയോ. നിങ്ങൾ തീർച്ചയായിട്ടും മാക്സിമം ഇത് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. വേറെ ഒന്നിനും വേണ്ടിയിട്ടില്ല, വേറെ ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു ചാനലല്ല, നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു ചാനലും കൂടിയാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. കാരണം അത് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്ത് ഒരുപാട് പേരിലേക്ക് എത്തിക്കട്ടെ. കാരണം ഒരുപാട് പേര് നമ്മുടെ ഏകലവ്യക്കും അങ്ങനെ സംഭവിച്ചു. കേന്ദ്രീയ വിദ്യാലയ സംഘത്തിന്റെയും നവോദയ വിദ്യാലയ സമിതിയുടെയും ടീച്ചിങ് നോൺ ടീച്ചിങ് പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് അവർക്ക് തെറ്റുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്. അറിയാതെ, ശ്രദ്ധിക്കാതെ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാൻ പോകുമ്പോഴത്തേക്ക് വളരെ വളരെ ഫ്രീ ആയിരിക്കുമ്പോൾ, മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ മാത്രം അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ തെറ്റിപ്പോകും, നമ്മുടെ സ്വന്തം പേര് പോലും തെറ്റിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. ഓക്കെ, അപ്പം അങ്ങനെ വന്നിട്ടുള്ളവർക്ക് ഒരു സുവർണ അവസരം ഇവർ തന്നിട്ടുണ്ട്, KVയും NVയും തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ തിരുത്തുന്ന, അത് ഏതെല്ലാം ഭാഗത്ത് തിരുത്തൽ വരുത്താൻ, കറക്ഷൻ വിൻഡോ ഏതെല്ലാം ഭാഗത്ത് തിരുത്തൽ വരുത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ഷോർട്ട് നോട്ടീസ് ഒന്നും വന്നിട്ടില്ല. ഏതായാലും പറഞ്ഞത്, കാൻഡിഡേറ്റ്സ് ഹു കുഡ് കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ്സസ് ആൻഡ് മെയ്ഡ് ഫീ പേയ്മെന്റ് for a post in KVS or NVS will be allowed to apply for both KVS and NVS during online correction facilities which will be available on online application portal after 11th December 2025. കാരണം നമ്മുടെ ഇതിന്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് 11-ാം തീയതി വരെയാണ്. 11-ാം തീയതിക്ക് ശേഷം 12-ാം തീയതി മുതൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ആപ്ലിക്കേഷൻസ് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അഡ്രസ്സ് തെറ്റിപ്പോയിട്ടുണ്ടോ, എക്സാമിനേഷൻ സെന്റർ കൊടുക്കേണ്ടതില്ല, നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ പ്രസന്റ് അഡ്രസ്സ് വെച്ചാണ് സെന്റേഴ്സ് വരുന്നത്. അപ്പൊ അത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, തിരുത്താനുള്ള അവസരം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് കാണുക. ആ സമയത്ത് വീഡിയോ ചെയ്തു തരും, എങ്ങനെയാണ് തിരുത്തേണ്ടതെന്നുള്ളൊക്കെ വീഡിയോ കൃത്യമായിട്ടും ചെയ്തു തരുന്നതായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ തിരുത്തി ആപ്ലിക്കേഷൻസ് കറക്റ്റ് ആക്കുക, ഫീസൊക്കെ അടച്ചിട്ടുള്ളവർ കേട്ടോ. അപ്പോൾ ഒരു ടെൻഷനും വേണ്ട. പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിക്കാനുള്ളവർ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് കൈ വെച്ചിരിക്കുക. ആപ്ലിക്കേഷൻ അയക്കുന്നതിന് സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല. കട്ട് ഓഫ് ഡേറ്റ് മുമ്പുള്ള സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അഡ്മിഷൻസ് KVS NVSന്റെ അഡ്മിഷൻസ് കഴിഞ്ഞ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. KVS NVSന്റെ അഡ്മിഷൻസ് നടക്കുന്നുണ്ട്. ഫുൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ആണ്. 10 മുതൽ 12 മണിക്കൂർ വരെയുള്ള ഡെയിലി എല്ലാ ദിവസമുള്ള ലൈവ് സെഷൻസ് പ്ലസ് ഇതെല്ലാത്തിന്റെ റെക്കോർഡ് സെഷൻസ് അവൈലബിൾ ആണ്. നോട്ട്സുകൾ, PDF നോട്ട്സുകൾ, ഏകദേശം PYQ ആൻഡ് പ്രാക്ടീസ് സെഷൻ 1,00,000 പ്ലസ് 1,500ഓളം മോഡൽ എക്സാംസ്, ഇതെല്ലാം ഓൾറെഡി നമ്മുടെ ഈച്ച് ആൻഡ് എവരി ടെലഗ്രാം ചാനലിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെയ്ഡ് ബാച്ചിന്റെ അതുപോലെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് 77 36 75 04 73 പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി എന്തും, നിങ്ങൾക്ക് കോച്ചിങ്ങിന് ചേരണമെന്ന് നിർബന്ധമില്ലല്ലോ എല്ലാവരും. ഓക്കെ, ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ, എങ്ങനെ പ്രിപ്പറേഷൻ ചെയ്യണം, എന്താണ് എന്നൊക്കെയുള്ള എന്ത് കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 77 36 75 04 73 പറഞ്ഞ നമ്പറിലേക്ക് രാവിലെ 6 AM മുതൽ പിറ്റേന്ന് രാവിലെ 3 AM വരെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് വിളിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ക്ലിയർ തരുന്നതായിരിക്കും. ഒരു എന്താ പറയാ, സങ്കോചവും വേണ്ട. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നോൺ ടീച്ചിങ്ങിനും ടീച്ചിങ്ങിനും ഒക്കെ അപ്ലൈ ചെയ്യണം മാക്സിമം. ഇപ്പൊ BEd ചെയ്തുകൊണ്ടിരിക്കുന്നവര്, BEd ഫൈനൽ ഇയർ ആയവര്, അവരൊക്കെ നോൺ ടീച്ചിങ്ങിന് അപ്ലൈ ചെയ്യുക. അടുത്ത തവണ നമ്മൾ BEd റിസൾട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബൈ ട്രാൻസ്ഫർ അടിച്ചൊക്കെ വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്തത്. അപ്പൊ എന്താണ്, കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും 12/12/2025 മുതൽ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവും. അത് എത്ര ദിവസം ഉണ്ടാവും അറിയത്തില്ല, 1, 2, 3 ദിവസം തരുമായിരിക്കും. അപ്പൊ അതുവഴി നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുള്ളവർക്ക് തെറ്റുകൾ തിരുത്താനുള്ള അവസരം തരും. ഇനി ഏതൊക്കെ എവിടെയൊക്കെ തെറ്റുകൾ തിരുത്താൻ അവസരം തരും എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. കാരണം റെയിൽവേ അങ്ങനെ കറക്ഷൻ വിൻഡോ തന്നപ്പം എല്ലാ പോർഷനും തിരുത്താനുള്ള അവസരം തന്നിട്ടില്ല. നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ തിരുത്താനുള്ള അവസരം തന്നിട്ടില്ല, അല്ലാതെയുള്ള കാര്യങ്ങൾ തിരുത്താനുള്ള അവസരം തന്നിട്ടുണ്ട്. ഇതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ബാക്കിയുള്ള ഈ 4 ദിവസം കൂടെ ഉള്ളൂ, അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.